കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ ജലഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശനം നടത്തുകയാണ്. ഇപ്പോൾ ഉരുൾനാശം വിതച്ച മഞ്ഞച്ചീളി പാനോം പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളാണ് മന്ത്രി സന്ദർശനം. അവിടെ 1000-ഓളം പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ഉണ്ട്. 13 വീടുകൾ പൂർണ്ണമായി നശിച്ചു. ഹെക്ടർ കണക്കിന് കൃഷിയും ഭൂമിയും പോയി. അപ്പം വിലങ്ങോട് നമ്മൾ ഈ വയനാട് വാർത്തയുടെ ഇൻറ്റൻസിറ്റിയും തീവ്രതയും കാരണം നമ്മൾ ആ വാർത്തയിൽ നിൽക്കുന്നുവെങ്കിലും കോഴിക്കോടുണ്ടായ ഈ ഉരുൾപൊട്ടലും അത്യാവശ്യം വലിയ ഉരുൾപൊട്ടലാണ്. വലിയ ആളപായം ഭാഗ്യത്തിനുണ്ടായില്ലെങ്കിൽ കൂടിയും ഒരുപാട് നാശമൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ കൂടിയാണ്. സർക്കാർ സംവിധാനങ്ങൾ അങ്ങോട്ട് കൂടി ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതുകൊണ്ടാണ് മന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും വയനാട് ഇന്നും അവിടെ തെരച്ചിൽ തുടരുകയാണ്. മുണ്ടക്കയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായി തെരച്ചിൽ. അതോടൊപ്പം തന്നെ ഏതാണ്ട് അതേ പ്രാധാന്യത്തിൽ ഈ ചാലിയാർ കേന്ദ്രീകരിച്ച് തെരച്ചിൽ വളരെ സജീവമായി തന്നെ നടത്തുകയാണ്. ചാലിയാർ പുഴയോരങ്ങളിൽ നിന്ന് ഒരുപാട് മൃതദേഹങ്ങൾ ഈ ദിവസങ്ങൾ കിട്ടിയതാണ്. ഇന്നും കിട്ടി 2 മൃതദേഹങ്ങൾ. മരണം 300 മുകളിലേക്ക് പോകുന്നുവെന്ന അസാധാരണമായ ഒരു സാഹചര്യം, അങ്ങേയറ്റത്തെ സ്ഫോടനാത്മകമായ സങ്കടമുണ്ടാക്കുന്ന കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത ഒരു വല്ലാത്ത സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അതിനി ഒറ്റ 305, 306 ആവരുത് എന്ന ആഗ്രഹവും പ്രാർത്ഥന ഉള്ളൂ. പക്ഷേ എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല. ഇനിയും പൊട്ടൻഷ്യലി ഒരുപക്ഷെ മൃതദേഹങ്ങൾ കിട്ടാനിടയുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ള തെരച്ചിൽ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുർജിത്ത് പറ്റി ചെയ്യുന്നു. സുർജിത്ത്, ചാലിയാറിൻ്റെ എന്താണ് കിലോമീറ്ററുകളോളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത്, ഊർക്കടവ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ദൂരം അകലെയാണ്. അവിടെ നിന്നൊക്കെ ബോഡികൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ കിട്ടുകയാണ്. അപ്പോൾ കുറച്ചുകൂടി കർശനമായ പരിശോധന ചാലിയാറിലും വനമേഖലകളിലും ഇന്ന് നടക്കുകയാണെന്ന് തോന്നുന്നു. സുർജിത്ത്. തെരച്ചിൽ ഒരുപാട് JCBകൾ എത്തുന്നുണ്ട്. ഇന്ന് ബെയിലി പാലം വഴി ഒരുപാട് വാഹനങ്ങളും ഒക്കെ JCB അകത്തേക്ക് എത്തി. 4-ാം ദിവസം കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ടീമുകൾ തിരിഞ്ഞുകൊണ്ട് സോണുകൾ തിരിച്ചുകൊണ്ട് കൃത്യമായ ഒറ്റപ്പെട്ട പല മേഖലയുമുണ്ട്. SKN പല ഭാഗങ്ങളുമുണ്ട്. അതായത് ഈ ഉരുൾപൊട്ടി അടർന്നതോടെ റോഡിന് ആക്സസ് ഇല്ലാത്ത പല സ്ഥലങ്ങളും ഈ ഇതിൻ്റെ ചുറ്റുവട്ടത്തുമുണ്ട്. അവിടെയെല്ലാം തന്നെ ജനവാസ കേന്ദ്രങ്ങളുണ്ട്, റിസോർട്ടുകളുണ്ട്. അത്തരത്തിൽ പല ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പടവട്ടിക്കുന്ന് ഉൾപ്പെടെയുള്ള പ്രദേശം. അവിടെ നിന്നും ആളുകൾ ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുകളല്ല, ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ ആളുകളല്ല. ഈ മലമുകളിൽ ഇരിക്കുന്നവർ സുരക്ഷിതരാണ്. പക്ഷേ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, അത്തരം സൗകര്യങ്ങൾ, അതൊക്കെയാണ് അവരെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം തന്നെ താഴേക്ക് എത്തിക്കാനുള്ള അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല മേഖലകളിലായി അത് നടക്കുന്നുമുണ്ട്. ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ പടവെട്ടിക്കുന്നിൽ ഈ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ട് പിന്നാലെ അവിടേക്ക് റവന്യൂ ഉദ്യോഗസ്ഥരടക്കം പോയി കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയതാണ്. മാത്രമല്ല അവിടെ ഫോണിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല, റേഞ്ച് ഇല്ലാത്ത പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരുമായും ഈ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് തന്നെ സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആ മേഖലയിലെല്ലാം തന്നെ പ്രാഥമികമായ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതരാണെന്നുള്ള പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റെസ്ക്യൂകൾ തുടരുന്ന പശ്ചാത്തലം കൂടിയാണ് ഉള്ളത്. ഇപ്പോൾ ആ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിൻ്റെ കൃത്യമായ രീതിയിലുള്ള ചിത്രം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ആ ദൃശ്യമൊന്ന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം ആ മലമുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി അടർന്ന് താഴേക്ക് പതിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ്. ഇപ്പോഴും 2 വെള്ളച്ചാട്ടങ്ങൾ രണ്ട് മേഖലകളിൽ നിന്നായി കാണാം. 2 ഇടങ്ങളിൽ നിന്നായി ഉരുൾപൊട്ടി താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് ഈ അന്വേഷണത്തിലെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ളത്. 2 തവണയായി ഉരുൾപൊട്ടിയിട്ടുമുണ്ട്. അതിൽ 2ാമത്തെ ഉരുൾപൊട്ടലാണ് ഏറ്റവും ഭേദിതമായ അളവിൽ പുഴ ഗതിമാറി ഉൾപ്പെടെ ഒഴുകി തകർത്തടിഞ്ഞ് ഈ പ്രദേശം തകർത്തടിയാനുള്ള കാരണം എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഈ മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ ഇപ്പോഴും ഇങ്ങനെ മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ഒന്നൊന്നായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും നമ്മുടെ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെടുന്നുമുണ്ട്. കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണുമാന്തി എടുത്തുകൊണ്ടുള്ള ഒരു ദൗത്യമാണിപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിപ്പോൾ ഇവിടെ പല മേഖലകളിൽ ഈ വയനാട്ടിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, വയനാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പോഴെങ്ങനെയാണ്? അവർക്ക് ഒരു ഭീതിതമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ? കാര്യം വയനാട്ടിൽ എങ്ങനെ തുടരുമെന്നൊക്കെ ചില ആളുകൾ വ്യക്തിപരമായിട്ടൊക്കെ വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. എന്താണ് അവിടുത്തെ ഒരു പൊതുവെയുള്ള സ്ഥിതി ഈ ജില്ലയിൽ?
അല്പസമയം മുമ്പ് ഒരു അമ്പിളി എന്ന് പറയുന്ന ഒരു സ്ത്രീ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. അവർ ഈ കുറുമ്പാലക്കോട്ട മലനിരകളുടെ ഭാഗമായി അവിടെ ജീവിക്കുന്ന, അതിൻ്റെ താഴ്വാരത്ത് ജീവിക്കുന്ന ആളാണ്. അവർ പറയുന്നത് മുകളിലുള്ള പല നിർമ്മാണ പ്രവർത്തനങ്ങളും വലിയ രീതിയിലുള്ള പ്രതിസന്ധി, മലമുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി അവർ ഉന്നയിക്കുന്നു. താഴെ ഉള്ള സംസാരിക്കാം സുർജിത്.